Dear students, welcome to online lecture class of AET. Today we are going to discuss about transverse electric waves അല്ലെങ്കിൽ TE waves എന്ന് പറയും. ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ഓൺലി ഇൻ എ ഡയറക്ഷൻ ട്രാൻസ്വേഴ്സ് ടു വേവ് പ്രൊപ്പഗേഷൻ അല്ലേ. ഇവിടെ എന്ന് പറയുമ്പം ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ഇൻ ദ ഡയറക്ഷൻ ട്രാൻസ്വേഴ്സ് ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അപ്പം വേവ് ഇസഡ് ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, ഇ ഇസഡ് ഉണ്ടായിരിക്കത്തില്ല, മറിച്ച് ഇ വൈയോ ഇ എക്സോ ആയിരിക്കും. എച്ച് എക്സും എച്ച് വൈയും എച്ച് ഇസഡും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഇസഡ് ഡയറക്ഷനിലാണെങ്കിൽ ഇ ഇസഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഈ ഒന്നുകിൽ വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കാണും. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിന് മാറ്റമില്ലാതെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇസഡ് ഡയറക്ഷനിലും കാണും. അതായത് എച്ച് എക്സും എച്ച് വൈയും എച്ച് ഇസഡും കാണും. ഇ ഇസഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടി എം വേവിൻ്റെ ഡെറിവേഷൻ എന്താണോ അതുപോലെ തന്നെയാണ് ടി ഇ വേവിൻ്റെയും, ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ്. കേട്ടോ, ഹെഡിങ്ങിനകത്ത് ചെറിയ ക്ലാരിറ്റി പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു സ്കാൻ ചെയ്തപ്പം. അപ്പോൾ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ് ടി ഇ വേവ് എന്നാണ്. അപ്പോൾ ടി ഇ വേവിനും പല മോഡുകളുണ്ട്. അതുകൊണ്ട് ടി ഇ സഫിക്സായിട്ട് എം കോമ എൻ എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ പോലെ തന്നെയാണ് ഇക്വേഷൻ. നമ്മൾ പറഞ്ഞ പോലെ നേരത്തെ എടുത്ത പോലെ തന്നെ ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെയും വെച്ച് ഒരു ഇക്വേഷൻ എഴുതുന്നു. സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് അത് ഡോ സ്ക്വയർ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഇ ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് ടി ഇ വേവിൻ്റെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ കാണുകയാണ്. സൊല്യൂഷൻ കാണുമ്പം നമുക്ക് കിട്ടുന്നത് എച്ച് എക്സ് എന്നാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അത് എച്ച് ഇസഡ് ആണ് കേട്ടോ. കാരണം ഞാൻ റെഫർ ചെയ്ത മെറ്റീരിയലിനകത്ത് പലയിടത്തും ഈ എച്ച് എക്സും എച്ച് ഇസഡും ഒക്കെ മാറിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചിലപ്പം എഴുതിയേക്കുന്നതിനകത്ത് എവിടെയെങ്കിലും എച്ച് എക്സിന് പകരം എച്ച് ഇസഡ് വരികയാണെങ്കിൽ ഞാനത് വീഡിയോ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കറക്റ്റ് ചെയ്തണം. അപ്പം എച്ച് ഇസഡ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നുണ്ട് എന്താണ്, K1 കോസ് ബി എക്സ് പ്ലസ് K2 സൈൻ ബി എക്സ് ഇൻറ്റു K3 കോസ് എ വൈ പ്ലസ് K4 സൈൻ എ വൈ. ഇനി K1ഉം K2ഉം K3ഉം K4ഉം എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റൻറ്റിനെ കണ്ടുപിടിക്കണമെങ്കിൽ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൗണ്ടറി കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വേവ് ഗൈഡിനകത്ത് അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻസ് എന്താണ്, സൈഡ്സിൽ കാണത്തില്ല, എലോങ് ദ സൈഡ്സ്. അപ്പോൾ സൈഡ്സ് എന്ന് പറയുമ്പം ഡയമെൻഷൻ എയും ബിയുമാണ് ഇന്നർ ഡയമെൻഷൻ ഓഫ് എ റെക്ടാങ്കുലർ വേവ് ഗൈഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എലോങ് ദ വാൾസ് ഓഫ് ദ വേവ് ഗൈഡ് നമുക്ക് ഒരു കമ്പോണൻസും ഇലക്ട്രിക് ഫീൽഡിൻ്റെ കാണത്തില്ല. അത് മാത്രമല്ല ഇസഡ് ഡയറക്ഷനിലാണ് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇ ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇ എക്സോ ഇ വൈയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ കണ്ടീഷൻ 1-നകത്ത് നമ്മൾ ഇ എക്സ് ഈസ് ഈക്വൽ ടു 0 അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0. കണ്ടീഷൻ 2 ഇ വൈ ഈസ് ഈക്വൽ ടു 0 എക്സ് ഈസ് ഈക്വൽ ടു 0. മൂന്നാമത്തെ കണ്ടീഷൻ 3 ഇ എക്സ് ഈസ് ഈക്വൽ ടു 0 വൈ ഈസ് ഈക്വൽ ടു ബി. നാലാമത്തെ കണ്ടീഷൻ ഇ വൈ ഈസ് ഈക്വൽ ടു 0 എക്സ് ഈസ് ഈക്വൽ ടു എ. ഇങ്ങനെ 4 കണ്ടീഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇ എക്സിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. ഇ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ വൈയും. അതുപോലെ ഇ വൈയുടെ ഇക്വേഷൻ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. മൈനസ് ഗാമ എച്ച് സ്ക്വയർ ഡോ ഇ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന്. ഇത് ഇ എക്സിൻ്റെയും ഇ വൈയുടെയും ഇക്വേഷൻ. പിന്നെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത് ഞാനത് പറഞ്ഞത് ഇവിടെ എച്ച് എക്സ് അല്ല എച്ച് ഇസഡ് ആണ്. എച്ച് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താ, K1 കോസ് ബി എക്സ് പ്ലസ് K2 സൈൻ ബി എക്സ് ഇൻറ്റു K3 കോസ് എ വൈ പ്ലസ് K4 സൈൻ എ വൈ. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെടുത്തി ബാക്കിയുള്ള പഠിക്കാൻ പറ്റും. അതുകൊണ്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇനി ഈ എച്ച് ഇസഡിനെ ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുന്നത് ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ വൈ ഇൻറ്റു K1 കോസ് ബി എക്സ് പ്ലസ് K2 സൈൻ ബി എക്സ് ഇൻറ്റു എന്താണ്, എക്സിൻ്റെ ടേമിലുള്ള ടേമല്ല വൈയിലെ ടേമിലുള്ള ടേമിന് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് K3യുടെ കൂടെ മൈനസ് എ K3 സൈൻ എ വൈ പ്ലസ് എ K4 കോസ് എ വൈ കിട്ടുന്നു. ഇനി ഇതിനകത്ത് ഞാൻ കണ്ടീഷൻസ്, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് നമ്മൾ കണ്ടീഷൻസ് ആദ്യത്തെ കൊടുക്കുക. ഇ ഇസഡ് ഈസ് ഈക്വൽ ടു 0 അറിയാം. അതുപോലെ ഇ എക്സ് ഈസ് ഈക്വൽ ടു 0, വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 0 is equal to 0 minus j omega mu divided by h square into
മൈനസ് ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ. അതായത് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനാണ് ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 3ക്കകത്ത് ഇ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് തുടങ്ങുന്നു. ആ ഇ എക്സിന് ഞാൻ 0 കൊടുക്കുന്നു, അതുപോലെ ഇ ഇസഡിനും 0 കൊടുക്കുന്നു. അപ്പം 0 ഇസ് ഈക്വൽ ടു മൈനസ് ആർ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു 0 എന്ന് വരും. അതിനെ ഞാൻ 0 എന്ന് എടുത്തു. ബാക്കി അവശേഷിക്കുന്നത് 0 ഇസ് ഈക്വൽ ടു 0 മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ. നിങ്ങളിവിടെ ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇക്വേഷനിൽ കൊടുക്കുകയാണ്. അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലിമിറ്റും അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ അതുപോലെ നിൽക്കും. k1 കോസ് ബി എക്സും പ്ലസ് k2 സൈൻ ബി എക്സും നിൽക്കും. അത് കഴിഞ്ഞുള്ള ടൈമിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ak3 ഇൻറ്റു സൈൻ 0, അത് 0 ആയിട്ട് പോകും. അപ്പോൾ k3യുടെ ടൈം എലിമിനേറ്റ് ആവും. പിന്നെ അവശേഷിക്കുന്ന ak4 ഇൻറ്റു കോസ് 0, അത് 1 ആണ്. അപ്പോൾ ak4 തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് ചുരുക്കം പറഞ്ഞാൽ 3 ടേംസ് നമ്മുടെ കയ്യിലുണ്ട്. മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയറും k1 കോസ് ബി എക്സ് പ്ലസ് k2 സൈൻ ബി എക്സും ak4ഉം. അപ്പം സ്വാഭാവികമായിട്ടും മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയറിന് ഈക്വൽ ടു 0 അല്ല. k1 കോസ് ബി എക്സ് പ്ലസ് k2 സൈൻ ബി എക്സും ഒരിക്കലും 0 ആവത്തില്ല. കാരണം എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറയുന്ന ടേം അല്ല. അതുകൊണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് 0 ആവേണ്ടത്, കാരണം 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടുന്ന ഉത്തരം 0 ആവണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ടൈം ak4 ആണ്. അതിനകത്ത് a ഒരിക്കലും നോൺ 0 എലമെൻ്റ് ആണ്. ദെർഫോർ k4 ക്യാൻ ബി ട്രീറ്റഡ് ആസ് 0. ഇതിന് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും എച്ച് ഇസഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? k1 കോസ് ബി എക്സ് പ്ലസ് k2 സൈൻ ബി എക്സ് ഇൻറ്റു k3 കോസ് എ വൈ. കാരണം പ്ലസ് k4 ടൈം ഇല്ല, ബിക്കോസ് k4 ഈസ് ട്രീറ്റഡ് ആസ് 0. ഇതിലോട്ട് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇ വൈ ഈസ് ഈക്വൽ ടു 0, ഇ ഇസഡ് ഈസ് ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 0. ഏതിനകത്ത് കൊടുക്കുകയാണ്? നമ്മുടെ അടുത്ത ഇക്വേഷനകത്ത് കൊടുക്കുകയാണ്. ഡി എച്ച് ഇസഡ് ഡിവൈഡഡ് ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ടേമിനകത്ത് കൊടുക്കുകയാണ്. അപ്പം ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ടേം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, കാരണം എച്ച് ഇസഡിനെ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നു. ഓക്കെ, ഇനി അതിനകത്തോട്ട് വീണ്ടും കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പം നാലാമത്തെ ടേം എന്താണ്? നമ്മുടെ നാലാമത്തെ ടേം അതായത് k4 ഓൾറെഡി ഇല്ല, ബാക്കി അവശേഷിക്കുന്ന ടേമാണ്. അതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ കോസ് സൈൻ ബി എക്സ് മൈനസ് സൈൻ ബി എക്സ് ആവും, സൈൻ ബി എക്സ് കോസ് ബി എക്സ് ആവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബി രണ്ടിടത്തും കിട്ടുകയും ചെയ്യും. ഒരിടത്ത് മൈനസ് ബിയും ആയിരിക്കും, ഒരിടത്ത് പ്ലസ് ബിയും ആയിരിക്കും. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇ വൈ. നമുക്ക് ഇ വൈയുടെ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഈ ഇ വൈയുടെ ഇക്വേഷനകത്ത് ഇക്വേഷൻ നമ്പർ 4ലാണ് ഇ വൈ ഈസ് ഈക്വൽ ടു 0യും ഇ ഇസഡ് ഈസ് ഈക്വൽ ടു 0യും കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ സെക്കൻഡ് ലാസ്റ്റ് ഇക്വേഷൻ കിട്ടുന്നത്. ഡോ എച്ച് ഇസഡ് ഡിവൈഡ് 0 ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു 0 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ വൈ എന്ന് തുടങ്ങുന്ന ഒരു ഇക്വേഷൻ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ്ട് ഈ നാലാമത്തെ ഇക്വേഷൻ ഇ വൈ ഉണ്ട്. ഈ ഇ വൈക്കകത്ത് ഇ വൈയുടെ വാല്യൂ 0 കൊടുത്ത് ഇ ഇസഡിൻ്റെ വാല്യൂം 0 കൊടുത്ത് കഴിയുമ്പം നമുക്ക് എന്ത് കിട്ടും? 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് എന്ന് കിട്ടും. അവിടെ ആ ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സിന് പകരം ഇപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ കൊടുക്കണം. അതാണ് ഈ രണ്ട് ഇക്വേഷൻ പറയുന്നത്. 0 ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഇ ഇസഡിൻ്റെ വാല്യൂ 0 കൊടുത്തപ്പം പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ്. അവിടെ ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സിൻ്റെ വാല്യൂ തൊട്ട് താഴെയുണ്ട്. ആ വാല്യൂ കൊടുക്കുമ്പം ഇക്വേഷൻ എങ്ങനെ വരും? 0 ഈസ് ഈക്വൽ ടു 0 മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു മൈനസ് ബി k1 സൈൻ 0 പ്ലസ് ബി k2 കോസ് 0 ഇൻറ്റു k3 കോസ് എ വൈ. ഇതിനകത്തോട്ട് എക്സിൻ്റെ കണ്ടീഷൻ എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുന്നു. എക്സ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ വീണ്ടും റീഅറേഞ്ച് ചെയ്ത് 0 ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു k2 ഇൻറ്റു ബി ഇൻറ്റു k3 ഇൻറ്റു കോസ് എ വൈ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അവിടെയും ജെ ഒമേഗ മ്യൂ ഡിവൈഡ് ബൈ എച്ച് 0 ആവത്തില്ല, കോസ് എ വൈയും 0 ആവത്തില്ല, ദെർഫോർ ബിയും 0 ആവത്തില്ല. ദെർഫോർ k2 ക്യാൻ ബി ട്രീറ്റഡ് ആസ് 0. ദെർഫോർ നിങ്ങളുടെ ഇക്വേഷനകത്തു നിന്ന് എങ്ങനെ വരും? k2ൻ്റെ വാല്യൂ 0 ഇട്ടു. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ എച്ച് ഇസഡിൻ്റെ ഇക്വേഷനകത്ത് k1 k2 k3 ഉണ്ട്, k4 0 എന്ന് അസ്യൂം ചെയ്തു. ഇനി ഇവിടെ വീണ്ടും k2ൻ്റെ വാല്യൂ ഞാൻ 0 ഇട്ട് കൊടുക്കുമ്പം നിങ്ങളുടെ എച്ച് ഇസഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? എച്ച് ഇസഡ് ഇസ് ഈക്വൽ ടു k1 കോസ് ബി എക്സ് ഇൻറ്റു k3 കോസ് എ വൈ. ഓക്കെ, അപ്പം അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം എച്ച് ഇസഡിന് നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ എച്ച് ഇസഡിനെ ഞാൻ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് a k1 k3 കോസ് ബി എക്സ് സൈൻ എ വൈ
ഇനി ഇ എക്സിൻ്റെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഇ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ സെഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ. അവിടെ ഡോ എച്ച് സെഡ് ബൈ ഡോ വൈക്ക് പകരം ഇപ്പം നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള മൈനസ് എ കെ വൺ കെ ത്രീ എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുക്കുക. അതിലോട്ട് വൈയുടെ വാല്യൂ ബി കൊടുക്കണം, ഇ എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കണം, ഇ സെഡിൻ്റെ വാല്യൂ 0 കൊടുക്കണം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? 0 ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു 0 ആണ്. അതുകൊണ്ട് അതിനെ 0 എന്ന് ട്രീറ്റ് ചെയ്യാം. therefore 0 is equal to 0 minus j omega mu divided by h square into dou hz divided by dou y ക്കകത്ത് cos bx ടേം അതുപോലെ നിൽക്കും. sin ay എന്ന് പറയുന്ന ടേം yക്ക് പകരം b കൊടുക്കുമ്പോൾ sin ab ആവും. therefore നിങ്ങൾക്ക് എന്ത് കിട്ടും? 0 is equal to j omega mu divided by h square into a into k1 k3 into cos bx into sin ab. അതിനകത്ത് cos bx is ഇതൊരു അസംഷൻ നമ്മൾ കൊടുക്കുകയാണ്. cos bx is not is equal to 0. j omega mu by h square ഒരിക്കലും 0 അല്ല, കാരണം എല്ലാത്തിനും വാല്യൂ ഉണ്ട്. എ ഒരിക്കലും കോൺസ്റ്റൻറ്റ് ടേം 0 ആവത്തില്ല. പിന്നെ K1 K3 എന്താണ്? ഓൾറെഡി മീൻസ് ഫാക്ടേഴ്സ് ആണ്, കോൺസ്റ്റൻസ് ആണ്. അതൊരിക്കലും നമ്മുടെ ഒരു വേവിൻ്റെ ഇക്വേഷൻ എടുക്കുമ്പോൾ അത് 0 ആവത്തില്ല. therefore we can treat sin AB can only be 0 so that the entire product will be 0. therefore സൈനിനെ 0യുടെ കൂടെ ഇടുമ്പം sin inverse 0 is equal to AB വരും. therefore sin inverse 0 is equal to n pi ആണ്. n pi is equal to AB. therefore A is equal to n pi by B എന്ന് വരാം. അപ്പോൾ നിങ്ങളുടെ എച്ച് സെഡിൻ്റെ ഇക്വേഷൻ K1 K3 cos BX cos AY ആണ്. ഇതിനെ വീണ്ടും ഞാൻ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. therefore നമുക്ക് എന്ത് കിട്ടും? മൈനസ് ബി K1 K3 sin BX cos AY ഉണ്ട്. ഇനി ഇ വൈയുടെ ഇക്വേഷനകത്ത് ഇ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ സെഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ ഡോ ഇ സെഡ് ആണ്. ഡോ അവിടെയും ഡോ ഇ സെഡ് അല്ല കേട്ടോ, ഡോ എക്സ് ആണ് കേട്ടോ, ഡോ എക്സ് ആണ്. ഡോ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് ആണ്. റൈറ്റ്. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷൻ ഇ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ സെഡ് ഡിവൈഡ് ബൈ ഡോ വൈ പ്ലസ് നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള ഡോ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ ഡോ ഇസഡ് അല്ല, ഡോ എക്സ് ആണ്. ഞാനിവിടെ ഡോ ഇസഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നോട്ട് തരുമ്പം കറക്റ്റ് ചെയ്യാം. ഇപ്പം നിങ്ങൾ പഠിക്കുമ്പം ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് എന്ന് തന്നെ പഠിക്കണം. ആ ഡോ എക്സിൻ്റെ വാല്യൂ ഓൾറെഡി മൈനസ് ബി K1 K3 സൈൻ ബി എക്സ് കോസ് എ വൈ എന്നുണ്ട്. അത് ഇക്വേഷനിൽ കൊടുക്കുമ്പോഴത്തേക്കും ഇ വൈയുടെ വാല്യൂ 0 കൊടുക്കുന്നു, ഇ സെഡിൻ്റെ വാല്യൂ 0 കൊടുക്കുന്നു, എക്സിൻ്റെ വാല്യൂ എ കൊടുക്കുന്നു, നോട്ട് എക്സിൻ്റെ വാല്യൂ സ്മോൾ ലെറ്റർ എ കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? 0 ഈസ് ഈക്വൽ ടു 0 പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ബി K1 K3 സൈൻ ബി എ സ്മോൾ ലെറ്റർ എ കോസ് എ ബി ആണ്. അപ്പം ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഒരിക്കലും 0 ആവത്തില്ല. ബി ഓൾസോ വോണ്ട് ബി 0. K1 K2 K3 വോണ്ട് ബി 0. therefore we can treat sin BA is equal to 0. therefore sin inverse 0 is equal to BA. therefore sin inverse 0 എന്ന് പറയുമ്പോൾ ഇവിടെ എം പൈ ആയിട്ട് അസ്യൂം ചെയ്യുന്നു. എം പൈ ഈസ് ഈക്വൽ ടു BA. therefore ക്യാപിറ്റൽ B ഈസ് ഈക്വൽ ടു എം പൈ ബൈ എ. അപ്പോൾ നിങ്ങൾക്ക് ബിക്കും എയ്ക്കും പകരം രണ്ട് ടേം കിട്ടി. എ ഈസ് ഈക്വൽ ടു എൻ പൈ ബൈ ബിയും ബി ഈസ് ഈക്വൽ ടു എം പൈ ബൈ എയും. അപ്പോൾ എച്ച് സെഡിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? എച്ച് സെഡ് ഈസ് ഈക്വൽ ടു K1 K3 കോസ് എം പൈ ബൈ എ എക്സ് ഇൻറ്റു കോസ് എൻ പൈ ബൈ ബി ഇൻറ്റു വൈ. ഇനിയും K1 K3ക്ക് പകരം K ഡാഷ് എന്ന് കൊടുത്തു. therefore എച്ച് സെഡ് ഈസ് ഈക്വൽ ടു K ഡാഷ് കോസ് എം പൈ ബൈ എ ഇൻറ്റു എക്സ് കോസ് എൻ പൈ ബൈ ബി വൈ ഇ റേസ് ടു ജെ ഒമേഗ ടി ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ആണ്, എക്സ്പൊണൻഷ്യലി വേരിങ് വേവ് ആയതുകൊണ്ട് അതിന് ടൈം വേരിയേഷനും അതിൻ്റെ സ്പേസ് വേരിയേഷനും കാണിക്കും. അതായത് ഒരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇസഡ് ഡയറക്ഷനിലാവുമ്പം സ്പേസ് അനുസരിച്ച് അത് വേരി ചെയ്യുന്നതിനെ കാണിക്കാൻ വേണ്ടിയുള്ള പാരാമീറ്ററാണ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. ടൈം അനുസരിച്ച് അതിൻ്റെ വേരിയേഷനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇ റേസ് ടു ജെ ഒമേഗ ടി. അപ്പോൾ എച്ച് സെഡിൻ്റെ കൂടെ കണ്ടുപിടിച്ച ഇക്വേഷനകത്ത് നമ്മളൊന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇ റേസ് ടു ജെ ഒമേഗ ടിയും ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡും വെച്ച്. ഇനി നമുക്ക് ഇ എക്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ജെ ഒമേഗ മ്യൂ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ. അവിടെ ഡോ എച്ച് സെഡ് ബൈ ഡോ വൈക്ക് പകരം നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച എച്ച് സെഡിനെ ഡെറിവേറ്റീവ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് എൻ പൈ ബൈ ബി ഇൻറ്റു കെ ഡാഷ് ഇൻറ്റു കോസ് എം പൈ ബൈ എ എക്സ് സൈൻ എൻ പൈ ബൈ ബി വൈ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇതിനകത്ത് വീണ്ടും ഇങ്ങനെ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ ഇ സെഡ് ഈസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അപ്പോൾ therefore ഇ എക്സ് ഈസ് ഈക്വൽ ടു
ഇ എക്സ് ഈസ് ഈക്വൽ ടു നിങ്ങളിപ്പോൾ കണ്ടുപിടിച്ച ടേമാണ്. ആ ടേമിൻ്റെ കൂടെ ഭാഗപ്പാടെ വരുന്നത് ഒരു ജെ ഒമേഗ മ്യൂ ബൈ എച്ച് സ്ക്വയർ ആണ്. ദെർഫോർ ഇ എക്സ് ഈസ് ഈക്വൽ ടു നിങ്ങളുടെ ഇക്വേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. റൈറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ ഇ വൈ ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? അതായത് മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ എക്സ് ബൈ ഡോ വൈ പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ബൈ ഡോ എക്സ്. അവിടെ ആദ്യം ചെയ്യേണ്ടത് ഡോ എച്ച് ഇസഡ് ബൈ ഡോ എക്സ് കൊടുക്കുക. എച്ച് ഇസഡ് ഉണ്ട്, അതിന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ടേം എന്ന് പറയുന്നത് എം പൈ ബൈ എ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആ ഒരു പാരാമീറ്റർ വെച്ച് എം പൈ ബൈ എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ഇ വൈയുടെ ഇക്വേഷനകത്ത് എന്താണ് മൈനസ് ജെ ഒമേഗ മ്യൂ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു മൈനസ് കെ സ്ക്വയർ ഇൻറ്റു സൈൻ ആ ടേം വരും. ഓക്കെ. അപ്പോൾ അവിടെ വരുമ്പം നിങ്ങളുടെ ഇക്വേഷനകത്ത് ഇ എക്സിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ് 0 ഇട്ട് കൊടുക്കണം. ഇ എക്സിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്താ രണ്ടാമത്തെ ടേം വരത്തുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ എക്സ് ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ വൈ പ്ലസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ്. ഈ ഇക്വേഷനിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ ഇക്വേഷനിൽ ഫോക്കസ് ചെയ്യുമ്പം അവിടെ ഇ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ 0 ഇട്ട് കൊടുക്കണം. ഇ എക്സിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ എങ്ങനെ വരും? ഇ വൈ ഈസ് ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ്. അവിടെ നിങ്ങൾ ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ് കൊടുക്കണം. ഓക്കെ. ഡോ എച്ച് ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പം നിങ്ങൾ എച്ച് ഇസഡിൻ്റെ ടൈം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു ഇൻറ്റു എം പൈ ബൈ എയും കൂടെ വരും. ഓക്കെ. അതിനെ ഇക്വേഷനിൽ കൊടുക്കുമ്പം ഇ വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇ വൈ ഈസ് ഈക്വൽ ടു ജെ ഒമേഗ മ്യൂ കെ ഡാഷ് ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു സൈൻ എം പൈ ബൈ എ ഇൻറ്റു എക്സ് കോസ് എൻ പൈ ബൈ ബി ഇൻറ്റു വൈ എം പൈ ബൈ എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. ഇനി എച്ച് ഇസഡിൻ്റെ ഇക്വേഷൻ എന്താ? എച്ച് ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഒമേഗ എപ്സിലൂൺ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ. ഇതിനകത്തും എന്താണ് ഇ ഇസഡിൻ്റെ വാല്യൂ 0 കൊടുക്കുക. ഇ ഇസഡിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എച്ച് ഇസഡ് ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ എക്സ്. അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ കൊടുക്കുക. മൈനസ് കെ സ്ക്വയർ സൈൻ എം പൈ ബൈ എക്സ് കോസ് എൻ പൈ ബൈ ബി വൈ ഇൻറ്റു എം പൈ ബൈ എ. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ സൈനിൻ്റെ കൂടെ കിടക്കുന്ന എക്സിൻ്റെ കൂടെയുള്ള ടേമിനെ എടുത്ത് വീണ്ടും ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അത് ഡെറിവേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇൻറ്റു എം പൈ ബൈ എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. അതാണ് എച്ച് ഇസഡിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ എച്ച് വൈയുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സ് പ്ലസ് ജെ ഒമേഗ ആപ്സിലൂൺ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ ഇ ഇസഡ് ഡിവൈഡ് ബൈ ഡോ വൈ. ഇ ഇസഡ് 0 ആണ്. ദെർഫോർ ഡോ ഇ ഇസഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ എന്ന് പറയുന്ന ടേം 0 ആയിട്ട് പോകും. അപ്പോൾ ജെ ഒമേഗ എപ്സിലൂൺ ഡിവൈഡ് ബൈ എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ടേം എലിമിനേറ്റ് ആവും. ദെർഫോർ എച്ച് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു ഡോ എച്ച് ഇസഡ് ഡിവൈഡ് ബൈ ഡോ എക്സ്. അപ്പോൾ എച്ച് വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഗാമ ബൈ എച്ച് സ്ക്വയർ ഇൻറ്റു മൈനസ് കെ ഇൻറ്റു എം പൈ ബൈ ബി ഇൻറ്റു കോസ് എം പൈ ബൈ എക്സ് സൈൻ എൻ പൈ ബൈ ബി വൈ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഗാമ ഇസഡ്. ഓക്കെ. അപ്പോൾ ഇത്രയും ഇത്രയും ഈ ഡെറിവേഷനകത്തുനിന്ന് ഡെറിവേഷൻ ഫുള്ള് മനസ്സിലാക്കി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇ എക്സിൻ്റെയും ഇ വൈയുടെയും എച്ച് ഇസഡിൻ്റെയും എച്ച് വൈയുടെയും ലാസ്റ്റ് ഫൈനൽ വരുന്ന ഇക്വേഷൻസ് കാണാൻ പഠിക്കണം. അതായത് ബി സി ഡി ഇ എഫ് ഇത്ര ഇക്വേഷൻസ് നിങ്ങൾ കാണാൻ പഠിക്കണം. ഓക്കെ. ബി സി അറ്റ്ലീസ്റ്റ് ബി സി ഡി വിട്ടാലും കുഴപ്പമില്ല, ഇയും എഫും എന്തായാലും കാണാൻ പഠിക്കണം. അപ്പോൾ അവിടെ ഒരു മൈനസും ഇൻറ്റു മൈനസൊക്കെ ഉണ്ട്, അതിനൊക്കെ അങ്ങ് പ്ലസ് ആക്കിക്കോണം. ഓക്കെ. കാരണം സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ വീണ്ടും അത് പ്ലസ് തന്നെ ഇടുന്നത്. പിന്നെ ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റിനകത്ത് മൈനസ് ഇൻറ്റു മൈനസ് എന്ന് തന്നെ ഇട്ടേക്കുന്നത്. ആ മൈനസ് ഇൻറ്റു മൈനസ് മാറ്റി പ്ലസ് ആക്കിയാൽ മതി, ഒരു പ്രോബ്ലവും ഇല്ല. ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. എവിടെയെങ്കിലും മൈനസ് സൈൻ്റെയോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ. നമ്മളിനി അടുത്തത് പോകുന്നത് ഒരു റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് എങ്ങനെ ഒരു ഹൈ പാസ് ഫിൽറ്ററായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടുന്ന ഇക്വേഷൻ ഗാമ ഈസ് ഈക്വൽ ടു നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഗാമ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ജെ ബീറ്റ.
അപ്പോൾ ലോ ഫ്രീക്വൻസി ആകുമ്പം ഗാമയുടെ വാല്യൂ നമുക്ക് 0 ആയിട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ എന്ന് കിട്ടും. അത് കിട്ടാൻ കാര്യം എന്താ, ഇക്വേഷനെ ഗാമ ഇസ് ഈക്വൽ ടു എന്നുള്ള ഇക്വേഷനെ സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകും, എന്നിട്ട് ഗാമ സ്ക്വയറിന് 0 കൊടുക്കുന്നു, എന്നിട്ട് ആ സൈഡിലോട്ട് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോണിനെ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മ്യൂ എപ്സിലോൺ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ കിട്ടും. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 1 ഒമേഗ സ്ക്വയർ ആണ്. അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു 1 റൂട്ട് ഓഫ് മ്യൂ ഇൻറ്റു എപ്സിലോൺ റൂട്ട് ഓഫ് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഒമേഗ സിക്ക് പകരം 2 എഫ് സി കൊടുത്തു. അങ്ങനെ വരുമ്പം എഫ് സിയുടെ ഇക്വേഷൻ എഫ് സി ഇസ് ഈക്വൽ ടു എങ്ങനെ ഒരു 1/2 ഇൻറ്റു, ആ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല, ശ്രദ്ധിക്കണം. എഫ് സി ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1 റൂട്ട് ഓഫ് മ്യൂ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ. ഇനി 1 റൂട്ട് ഓഫ് മ്യൂ ഇൻറ്റു എപ്സിലോൺ എന്നുള്ളതിനെ സി എന്ന് എഴുതാം. ദെയർഫോർ എഫ് സി ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ. ഇത്രയാണ് എഫ് സിയുടെ ഇക്വേഷൻ. അല്ലെങ്കിൽ എഫ് സി മിനിമം ഇസ് ഈക്വൽ ടു സി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ബൈ ബി ദ ഹോൾ സ്ക്വയർ. ചില ടെക്സ്റ്റിനകത്ത് ഈ പയ്യെ എടുത്ത് വെളിയിൽ വെക്കും പൈ സ്ക്വയർ മാറിയിട്ട് അപ്പോൾ പൈ ആവും. ആ പയ്യും 2 കൂടെയുള്ള പൈയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പം c/2 ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി കട്ട് ഓഫ് വേവ് ലെങ്ത് ലാംഡ സി എന്താണ്? കട്ട് ഓഫ് വേവ് ലെങ്ത് ലാംഡ സി എന്ന് പറയുമ്പം സി ബൈ എഫ് മിനിമം ആണ്. എഫ് മിനിമം അല്ല, എഫ് എം എൻ ആണ്. അപ്പോൾ എഫ് എം എന്നിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ സി ഡിവൈഡഡ് ബൈ എഫ് എം എൻ ചെയ്യുമ്പം സിയും ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എം പൈ ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ പൈ ഇല്ല എം ബൈ എ ദ ഹോൾ സ്ക്വയർ പ്ലസ് എൻ ബൈ ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ. ഇനി വേരിയസ് മോഡ്സ് ഓഫ് ടി വേവിന് വേരിയസ് മോഡ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ മോഡ്സിനെ കാണാൻ വേണ്ടി നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് നേരത്തെ കണ്ടുപിടിച്ച EX, EY, HZ, HY എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ABCD മാർക്ക് ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ T00 വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പം EX, EY, HZ, HY ഒന്നും എക്സിസ്റ്റ് ചെയ്തില്ല. T01 മോഡ് കൊടുക്കുമ്പോൾ എമ്മിൻ്റെ വാല്യൂ 0യും എന്നിൻ്റെ വാല്യൂ 1ഉം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് EZ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതായത് T01 മോഡ് എക്സിസ്റ്റ് ഇൻസൈഡ് എന്താണ് റെക്റ്റാങ്കുലർ വേവ് ഗൈഡാണ്. 10 ഇട്ട് കൊടുക്കുമ്പോഴും എമ്മിൻ്റെ വാല്യൂ 1ഉം എന്നിൻ്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കെന്താ അവിടെയും നമുക്കെന്താ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പം അതുപോലെ തന്നെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എക്സിസ്റ്റ് ചെയ്യുന്ന കാണാൻ പറ്റും. T11 മോഡ് ആകുമ്പോഴത്തേക്കും എന്താണ് ഇതുപോലെ തന്നെ എന്താ ബോത്ത് കമ്പോണൻസ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്താണ് ഇതിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും T11 മോഡ് ഓൾസോ എക്സിസ്റ്റ്. അത് മാത്രമല്ല T11 മോഡിന് മുകളിലുള്ള എല്ലാ മോഡും നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഡോമിനൻറ്റ് മോഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡോമിനൻറ്റ് മോഡ് ഇസ് ദ മോഡ് ഫോർ വിച്ച് ലാംഡ മിനിമം ഹയസ്റ്റ് വാല്യൂ. നമ്മൾ നേരത്തെ TM വേവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലാംഡ സി കട്ട് ഓഫ് വേവ് ലെങ്തിൻ്റെ ഇക്വേഷനകത്ത് എമ്മിനും എന്നിനും നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുകയാണ്. ഇപ്പം അതായത് T01 എന്ന് പറഞ്ഞാൽ നമ്മൾ എമ്മിൻ്റെ വാല്യൂ 0യും എന്നിൻ്റെ വാല്യൂ 1ഉം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 2AB ഡിവൈഡഡ് ബൈ എന്ത് വരും? 2AB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരും. അല്ലെങ്കിൽ അത് 2AB മാത്രമായിരിക്കും. അല്ലെങ്കിൽ TC11 കൊടുക്കുമ്പോൾ 2AB ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയും. ഇനി ലാംഡ C10 ഈസ് ഈക്വൽ ടു കൊടുക്കുമ്പോഴത്തേക്കും 2AB ഡിവൈഡഡ് ബൈ എന്താണ് ഒന്നുകിൽ എ എന്ന് വരും. ഓക്കെ. അപ്പം അങ്ങനെ ഇതിനകത്തുനിന്ന് നമുക്ക് ഫ്രം 4 ഇക്വേഷനകത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഏറ്റവും ഗ്രേറ്റർ വാല്യൂ ഉള്ള ലാംഡ സി എന്ന് പറയുന്നത് ലാംഡ TE10 മോഡാണ്. TE10 മോഡിനകത്താണ് നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഡോമിനൻറ്റ് മോഡ് എന്ന് പറയാം, TE10 മോഡ്. ഓക്കെ. അപ്പം നോക്കിക്കേ, ഈ എഴുതിയിരിക്കുന്നതിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് ഞാൻ നോട്ട് തരുമ്പം കറക്റ്റ് ചെയ്യാം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ലാംഡ C01
1 എന്ന് പറഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ നിങ്ങൾ 0യും എന്നിൻ്റെ വാല്യൂ നിങ്ങൾ 1ഉം കൊടുത്തു, റൈറ്റ്. അങ്ങനെ വരുമ്പം നിങ്ങളുടെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു 2ab ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ നിങ്ങൾ കൊടുത്തത് 0 ആണ്. അപ്പം 0 ഇൻറ്റു ബി സ്ക്വയർ 0 ആവും. എന്നിൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു എ സ്ക്വയർ ആവും. എ സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എ ആവും. അപ്പോൾ 2ab ഡിവൈഡഡ് ബൈ എ എന്ന് പറയുന്നത് 2b ആയിരിക്കും. അപ്പോൾ λc01 എന്ന് പറയുന്നത് 2b ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് പഠിക്കുമ്പോൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഞാൻ നോട്ട് തരുമ്പം അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അതുപോലെ λc10 എന്ന് പറയുമ്പം നിങ്ങളുടെ ഇക്വേഷൻ 2ab ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എം സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ പ്ലസ് എ സ്ക്വയറാണ്. അവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് 1ഉം എന്നിൻ്റെ സ്ഥാനത്ത് 0ഉം കൊടുത്തു കഴിഞ്ഞാൽ 2ab ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയും. ബി സ്ക്വയർ എന്ന് വെച്ചാൽ ബി ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് ബി സ്ക്വയറിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ബി കിട്ടും. അപ്പോൾ 2ab ഡിവൈഡഡ് ബൈ ബി എന്ന് പറയുന്നത് 2a ആണ്. TE10 മോഡിൻ്റെ വേവ് ലെങ്ത്. അപ്പം a ഈസ് ഫൗണ്ട് ടു ബി ഗ്രേറ്റർ ദാൻ ബി. ദെയർഫോർ λ10 മോഡാണ്, അല്ലെങ്കിൽ ലാംഡയുടെ വാല്യൂ 10 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന TE10 മോഡാണ് നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോഡ്. കാരണം ആ സമയത്താണ് നിങ്ങളുടെ വേവ് ലെങ്ത് λcക്ക് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ കിട്ടുന്നത്. ബിക്കോസ് ഒരിടത്ത് നിങ്ങൾക്ക് 2a കിട്ടുന്നുണ്ട്. അതായത് TC λc01 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 2b കിട്ടുന്നുണ്ട്. λc10 ഇട്ട് കൊടുക്കുമ്പം നിങ്ങൾക്ക് 2a കിട്ടുന്നുണ്ട്. അപ്പം 2a ആണ്. a ഈസ് ഡയമെൻഷൻ a ഈസ് ഗ്രേറ്റർ ദാൻ b. ദെയർഫോർ 2a ഈസ് ഗ്രേറ്റർ ദാൻ 2b. ദെയർഫോർ λc10 ഈസ് ഗ്രേറ്റർ ദാൻ λc01. അപ്പോൾ λc10 റെപ്രസെൻ്റ് ചെയ്യുന്ന മോഡ് TE10 ആണ്. ദെയർഫോർ നിങ്ങളുടെ ഈ മോഡിനകത്തുള്ള ഡോമിനൻ്റ് മോഡെന്ന് പറഞ്ഞാൽ TE10 മോഡായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ഡോമിനൻ്റായിട്ട് വരുന്ന മോഡ്. അതിനെ പറയുന്ന പേരാണ്. സോ TE10 മോഡ് ഈസ് നോൺ ആസ് ദ ഡോമിനൻ്റ് മോഡ് ഇൻ ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ്സ്. ഇനി വേവ് ഇമ്പിഡൻസ് കാണുന്ന ഇക്വേഷൻ, അതും നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഇക്വേഷനാണ്. ഇതാ ഞാൻ പറഞ്ഞ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ വേവ് ഇമ്പിഡൻസ് Z0 TE വേവിൻ്റെ ആയതുകൊണ്ട് Z0 TE ഈസ് ഈക്വൽ ടു EX ഡിവൈഡഡ് ബൈ HY. EXൻ്റെ ഇക്വേഷൻ അറിയാം, മൈനസ് ഗാമ ഡിവൈഡ് ബൈ H സ്ക്വയർ ഇൻറ്റു ഡോ EZ ഡിവൈഡ് ബൈ ഡോ x മൈനസ് j ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ H സ്ക്വയർ ഇൻറ്റു ഡോ HZ ഡിവൈഡ് ബൈ ഡോ y ദ ഹോൾ ഡിവൈഡഡ് ബൈ HYയുടെ മൈനസ് ഗാമ ഡിവൈഡ് ബൈ H സ്ക്വയർ ഇൻറ്റു ഡോ HZ ഡിവൈഡ് ബൈ ഡോ y മൈനസ് j ഒമേഗ എപ്സിലോൺ ഡിവൈഡഡ് ബൈ H സ്ക്വയർ ഇൻറ്റു ഡോ EZ ഡിവൈഡഡ് ബൈ ഡോ വൈ. അപ്പോൾ അതിനകത്ത് EZൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോഴത്തേക്കും ആദ്യത്തെ EZ ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ നിങ്ങൾക്ക് എന്ത് കിട്ടും? Z0 TE ഈസ് ഈക്വൽ ടു മൈനസ് j ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ H സ്ക്വയർ ഇൻറ്റു ഡോ HZ ഡിവൈഡ് ബൈ ഡോ വൈ ദ ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് ഗാമ H സ്ക്വയർ ഇൻറ്റു ഡോ HZ ഡിവൈഡഡ് ബൈ ഡോ വൈ. അതിനകത്തുനിന്ന് HZ ഡിവൈഡ് ബൈ ഡോ വൈ ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ നിങ്ങൾക്ക് കിട്ടുന്നത് മൈനസ് j ഒമേഗ മ്യൂ ബൈ ഗാമയാണ്. H സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകുമ്പം ഇനി ഗാമയുടെ വാല്യൂ j ബീറ്റ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് വരും? മൈനസ് j ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ j ബീറ്റ വരും. ജെയും ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ Z0 TE ഈസ് ഈക്വൽ ടു ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ ബീറ്റയാണ്. ഇനി ബീറ്റയുടെ വാല്യൂ ബീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിന് വെളിയിൽ മ്യൂ ഇൻറ്റു ആബ്സല്യൂൺ ആണ്. ദെയർഫോർ Z0 ഈസ് ഈക്വൽ ടു ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഒമേഗ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ ഇൻറ്റു മ്യൂ ഇൻറ്റു ആബ്സല്യൂൺ. ഓക്കെ, ഇതിനകത്തുനിന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു? റൂട്ട് മ്യൂവും കട്ട് ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് കളയും. അപ്പം ഒമേഗയും കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഒമേഗയും കട്ട് ചെയ്ത് പോകുന്നു വെച്ച് കഴിഞ്ഞാൽ ഒമേഗ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയറിനകത്തുനിന്ന് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സി സ്ക്വയർ ആണ്. മ്യൂ സ്ക്വയർ അല്ലേ, ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സി സ്ക്വയർ ആണ്. നേരത്തെ അതേ ഡെറിവേഷൻ തന്നെയാണ്. അപ്പോൾ അതിനകത്തു നിന്ന് ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സി സ്ക്വയറിൽ നിന്ന് ഒമേഗ സ്ക്വയർ മാത്രം റൂട്ടിന് വെളിയിലെടുക്കുമ്പം റൂട്ടിനകത്ത് വരുന്നത് റൂട്ട് ഓഫ് 1 മൈനസ് ഒമേഗ സി ഡിവൈഡഡ് ബൈ ഒമേഗ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പം ഒമേഗ സ്ക്വയർ റൂട്ടിന് വെളിയിൽ വരുമ്പോൾ ഒമേഗയാണ്. ആ ഒമേഗയും ന്യൂമറേറ്ററിലുള്ള ഒമേഗയും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകുമ്പോഴത്തേക്കും റൂട്ട് മ്യൂവും ക്യാൻസൽ ചെയ്ത് പോകും. ശേഷിക്കുന്നത് എന്താണ്? റൂട്ട് മ്യൂ ഡിവൈഡഡ് ബൈ റൂട്ട് അബ്സല്യൂൺ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഒമേഗ സി മൈനസ് ഒമേഗ സ്ക്വയർ എന്ന് വരും. ഇനി റൂട്ട് ഓഫ് മ്യൂ ഡിവൈഡ് ബൈ അബ്സല്യൂൺ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ 0 ഡിവൈഡഡ് ബൈ അബ്സല്യൂൺ 0 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് ഇമ്പഡൻസ് ആണ്. അങ്ങനെ വരുമ്പം ഇമ്പഡൻസ് Z0 ഈസ് ഈക്വൽ ടു
intrinsic impedance eta 0 divided by root of 1 minus fc divided by f the whole square. fc by f എന്ന് പറയുന്നത് ലാംഡ 0 ഡിവൈഡഡ് ബൈ ലാംഡ സി ആണ്. അപ്പം എഫ് സി ഇസ് therefore z0 ഈസ് ഈക്വൽ ടു ഇൻട്രിൻസിക് ഇംപിഡൻസ് ഈറ്റ 0 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ലാംഡ 0 ഡിവൈഡഡ് ബൈ ലാംഡ സി ദ ഹോൾ സ്ക്വയർ. ഇത് പ്രോബ്ലത്തിന് യൂസ് ചെയ്യും. ഞാൻ വീണ്ടും പറയുക, അതാണ്ട് നിങ്ങളുടെ ഈ ഇക്വേഷൻ, ഇവിടെ ഈ ഇക്വേഷനകത്ത് നിങ്ങൾക്ക് മ്യൂ അല്ല, ഇത് ഒമേഗ സി ആണ്, തെറ്റിപ്പോകരുത്. മ്യൂ അല്ല, അത് ഒമേഗ സി ആണ് കേട്ടോ. ഇവിടെയും മ്യൂ അല്ല, ഇത് ഒമേഗ സി ആണ് വന്നിട്ടുള്ളത് മേളത്തെ പോർഷൻ. അതും എന്താണ്, ഒമേഗ സി ആണ്. ഈ ഡിനോമിനേറ്ററിനകത്ത് വരുന്നത് ഒമേഗ സി ആണ്. കഴിഞ്ഞ ഡെറിവേഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ എഴുതിയപ്പം മിസ്റ്റേക്ക് വന്നതാണ്, നോട്ടിനകത്ത് കറക്റ്റ് ചെയ്യാം. അതുകൊണ്ട് ഒമേഗ സ്ക്വയർ മൈനസ് മ്യൂ സ്ക്വയർ അല്ല, ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സി സ്ക്വയർ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ സിക്സ്ത് മൊഡ്യൂളിൻ്റെ തിയറി തീരുകയാണ്. ഇനി നമുക്ക് പ്രോബ്ലം ഉണ്ട്, അതും കൂടി ഒരു വീഡിയോ ചെയ്ത് അയക്കാം നാളെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 3 വീഡിയോസ് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാർട്ട് 1 മൊഡ്യൂൾ 6 പാർട്ട് 1, മൊഡ്യൂൾ 6 പാർട്ട് 2, മൊഡ്യൂൾ 6 പാർട്ട് 3. ഈ 3 വീഡിയോസും കയറി നോക്കിയിട്ട് വേണം നാളെ നിങ്ങളുടെ ഫസ്റ്റ് 2 hours അറ്റൻഡ് ചെയ്യാൻ. നമുക്ക് ഡിസ്കസ് ചെയ്യാം, പക്ഷേ മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് പീപ്പിൾ ഗോ ത്രൂ ദീസ് വീഡിയോസ്. ഓക്കെ, എനിവേ താങ്ക് യു.